ഏറ്റവും ഉചിതം ഒരു ഗണപതിയുടെ അമ്പലത്തിൽ പോവുക എന്നുള്ളതാണ്. ഗണപതി ഉപദേവത തന്നെ ഇല്ല, ഗണപതി പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പറ്റിച്ചാൽ അത് തന്നെ. ഇനി അതില്ല, ഉപദേവതാ പ്രാധാന്യമുള്ള ഗണപതിയുടെ ആണെങ്കിൽ അതായാലും നമുക്കൊന്ന് പോയി തൊഴുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇപ്പൊ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ പറയുമ്പോൾ ശരിക്കും അത് മഹാദേവ ക്ഷേത്രമാണ്. ഗണപതി ഇവിടെ ഉപദേവനാണ്, പക്ഷെ പ്രാധാന്യം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ആരെയാണ്? ഗണപതി ഭഗവാനെയാണല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പോയി ദർശിക്കുക. ഇനിയിപ്പോൾ അഥവാ അതിന് ഭാഗ്യമില്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഗണപതിയെ പ്രാർത്ഥിക്കാം. സാധാരണ ചതുർത്ഥിക്ക് നമ്മൾ ഇവിടെ അധികം ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ അവർ കളിമണ്ണ് കൊണ്ട് ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അവിടെയൊക്കെ ആഘോഷം 10-15 ദിവസം മുന്നേ തുടങ്ങും അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇവിടെ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ രാവിലത്തെ അപ്പം വീട്ടിൽ ആചരിക്കുമ്പോൾ സാധാരണ ഒന്നും കൂടി ശുദ്ധി കൂടുതൽ വേണം. പ്രത്യേകിച്ചും തലേ ദിവസം തൊട്ടിട്ട് തന്നെ നമ്മളൊരു വ്രതം